ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും, അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം അതെത്ര വലുതായിരുന്നാലും നമ്മുടെ ദൈവം നമ്മുടെ സങ്കേതമായി കൂടെയുള്ളതുകൊണ്ട്, നമ്മുടെ ദൈവം നമ്മുടെ ബലമായി കൂടെയുള്ളതുകൊണ്ട് ഈ കഷ്ടതയുടെ നടുവിൽ നാം ഒരിക്കലും കുലുങ്ങിപ്പോകയില്ല. ഈ കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ തകർന്നു പോകുകയില്ല. നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു നദിയുണ്ട്. അത് ദൈവനഗരത്തെ സന്തോഷിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, സമുദ്രം ഇളകിയതാണ് പ്രശ്നമെങ്കിൽ, സമുദ്രം പോലെ വലിയ ചെങ്കടൽ പോലെയൊക്കെ വലിയ പ്രശ്നങ്ങളാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നതെങ്കിൽ അതിനെ പരിഹരിക്കുന്ന ഒരു നദി വരുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്, നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന നദി, നിങ്ങൾ ഹൃദയത്തിൻ്റെ മുറിവ് കെട്ടുന്ന നദി, നിങ്ങൾക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുന്ന നദി. ദൈവത്തിന് സകലവും സാധ്യമാണ്. യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? നിങ്ങളുടെ മനസ്സ് കലക്കുന്ന പ്രശ്നം അതെത്ര വലുതായിരുന്നാലും, ഇന്ന് പകൽ നിങ്ങൾ സങ്കേതമാക്കിയത് ദൈവത്തെയാണ്. നിങ്ങളുടെ ബലം ദൈവമാണ്. എന്താണ് ദൈവത്തിൻ്റെ ബലം? അവനൊരു വാക്ക് കൽപ്പിച്ചപ്പോഴാണ് നാം ഈ കാണുന്നത് മുഴുവനും ഉണ്ടായത്. അവൻ്റെ വാക്കിൻ്റെ ശക്തിയാലാണ് നാം ഈ കാണുന്നതൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സ് കലങ്ങിപ്പോകരുത്, നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കണം. നിങ്ങൾ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച ഭക്തന് ദൈവം കൊടുത്ത മറുപടിയാണ്, നിന്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. നിന്നെ വിഴുങ്ങുവാൻ ശത്രു ധിക്കാരം കാട്ടുമ്പോൾ നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുന്ന ദൈവം നിന്റെ സങ്കേതമായി ബലമായി കൂടെയുള്ളത് കൊണ്ട് ഇന്നത്തെ ഈ കഷ്ടത കണ്ട് ഭാരപ്പെടണ്ട. അവൻ അടുത്തു വന്നിരിക്കുകയാണ്. അവൻ അടുത്തു വന്നിരിക്കുന്നത് നിനക്ക് വേണ്ടി ചില പ്രവൃത്തി ചെയ്യാനാണ്. വചനത്തെ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി കാത്തിരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.